സർ, എസ്.ഡി.പി.ഐ, കാന്തപുരം എന്നിങ്ങനെ തുടങ്ങി ചില സംഘടനകളുണ്ട്. ഈ സംഘടനകൾ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം എവിടെ പോയി എന്നതാണ് ചോദ്യം. കാരണം ഇവർ പിന്തുണ പ്രഖ്യാപിച്ചത് ഇടതുപക്ഷത്തിനായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം കാന്തപുരത്തിന്റെയോ അല്ലെങ്കിൽ സുന്നി വിഭാഗത്തിലുള്ള ആരുടെയെങ്കിലുമോ ഒന്നും ഒരു പ്രസ്താവനയോ ഒരു വാക്കോ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത്തരം വാർത്തകളും പുറത്തു വന്നിട്ടില്ല. ഇവർക്ക് എന്ത് സംഭവിച്ചു? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അവസാന പാദത്തിലെ വലിയ വിവാദങ്ങൾ ഒന്നായിരുന്നു എസ്.ഡി.പി.ഐ പിന്തുണ, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ തുടങ്ങിയവ. എസ്.ഡി.പി.ഐ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത്യാവശ്യം വോട്ടുകൾ നേടിയ ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകൾ നേടി. മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഇടതു മുന്നണിക്കൊപ്പം മത്സരിച്ചു. ഇവിടെ പശ്ചിമ ബംഗാളിൽ എസ്.ഡി.പി.ഐ മത്സരിച്ചു. തമിഴ്നാട്ടിലും ഏതാണ്ട് DMK മുന്നണിയിൽ 2 കക്ഷികളും ഉണ്ടായിരുന്നു. അവർക്ക് ഈ പ്രാവശ്യം സീറ്റൊന്നും ലഭിച്ചില്ല. തമിഴ്നാട്ടിൽ ബംഗാളിൽ മത്സരിച്ച ഒരു സീറ്റും ലഭിച്ചില്ല. പക്ഷേ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് CPM ആദ്യമായി ബംഗാളിൽ ജയിക്കുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എസ്.ഡി.പി.ഐ ഇത്തവണ താരതമ്യേന കുറച്ച് സീറ്റുകളിൽ മാത്രമാണ് മത്സരിച്ചത്. 36 സീറ്റ് എന്നാണ് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള ഒരു കണക്ക്. പക്ഷെ ഈ സീറ്റുകൾ മത്സരിക്കാതെ ഇരുന്ന സീറ്റുകളായിരുന്നു വിവാദത്തിന് അടിസ്ഥാനം. കാരണം എസ്.ഡി.പി.ഐയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. കാര്യം ഇതൊരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സംഘടനയാണ്. ഒരു കാരണവശാലും ഞങ്ങൾ അവരുടെ വോട്ട് സ്വീകരിക്കത്തില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പക്ഷേ ചാഞ്ചാട്ടത്തിന്റെ വാക്കുകളാണ് ഇടതുപക്ഷ മുന്നണി നേതാക്കളിൽ നിന്ന് എസ്.ഡി.പി.ഐ പിന്തുണയുടെ കാര്യത്തിൽ നമ്മൾ കേട്ടത്. കാര്യം ആരുടെ വോട്ടും തങ്ങൾ വേണ്ട എന്ന് പറയില്ല എന്നാണ് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. കാരണം തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ എസ്.ഡി.പി.ഐയുടെ പരസ്യ പിന്തുണ CPM സ്ഥാനാർത്ഥി V ശിവൻകുട്ടിക്കായിരുന്നു. അവർ പറഞ്ഞ ന്യായീകരണം അവിടെ BJP NDA സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് തങ്ങൾ വോട്ട് നൽകും എന്നുള്ളതായിരുന്നു. ഇതേപോലെ തന്നെ മഞ്ചേശ്വരത്ത് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി അവർ നിർത്തിയ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ ബാക്കി മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ ഇവർ എന്ത് ചെയ്തു എന്ന് വ്യക്തമല്ല. പക്ഷേ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇവർ LDFന് പിന്തുണ കൊടുത്തു എന്ന് ആലോചിക്കുക. എന്തുകൊണ്ടാണ് എസ്.ഡി.പി.ഐയുടെ പിന്തുണ സ്വീകരിക്കാൻ ഒരുപക്ഷെ പരസ്യമായി തന്നെ CPMന്റെ നേതാക്കന്മാർ മുന്നോട്ട് വന്നത്? അത് നിയമമായിരുന്നില്ല അതിന് അവരെ പ്രേരിപ്പിച്ചത്. എസ്.ഡി.പി.ഐക്ക് 7000-ഓളം വോട്ടുകളുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു മണ്ഡലം ആലപ്പുഴ ജില്ലയിലായിരുന്നു. അത് അമ്പലപ്പുഴയായിരുന്നു. CPMൽ നിന്ന് രാജിവെച്ച് UDFന്റെ പിന്തുണയോടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G സുധാകരനെ ഏതു വിധേനയും പരാജയപ്പെടുത്തണം എന്നുള്ളതായിരുന്നു CPMന്റെ പ്രഖ്യാപിത നയം. 139 നിയോജക മണ്ഡലങ്ങളിലും തങ്ങൾ തോറ്റാലും പ്രശ്നമില്ല, സുധാകരൻ അമ്പലപ്പുഴയിൽ ജയിക്കരുത് എന്നുള്ളതായിരുന്നു CPM പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗോവിന്ദ മാഷൊക്കെ വന്ന് അതിന് നേതൃത്വം കൊടുക്കുകയും അങ്ങനെ നിർദ്ദേശം നൽകുകയും ചെയ്തു. അപ്പോൾ ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ എസ്.ഡി.പി.ഐ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. അവർ LDFന് പിന്തുണ പ്രഖ്യാപിച്ചു. അതിന്റെ റിസൾട്ട് എന്തായി എന്ന് നമുക്കറിയാം. G സുധാകരൻ പോലും 8000 വോട്ടിന് ജയിക്കും എന്നാണ് അദ്ദേഹത്തിനോട് അടുത്ത സുഹൃത്തുക്കളോട് തിരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞിരുന്നത്. അവിടെ 28,000-അടുത്ത വോട്ടുകൾക്കാണ് G സുധാകരൻ വിജയിച്ചത്. അപ്പൊ എസ്.ഡി.പി.ഐക്ക് 7000 വോട്ടുണ്ടോ 2000 വോട്ടുണ്ടോ, വോട്ടുകളൊന്നും ഇല്ലേ എന്ന് ചോദിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഈ വോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ വോട്ടുകളൊക്കെ എവിടെ പോയി എന്നുള്ളതാണ്. ഈ വോട്ടുകളൊക്കെ അത് എസ്.ഡി.പി.ഐ പ്രതിനിധീകരിക്കുന്നത് അതിലെ അവർക്ക് 100 വോട്ടുണ്ടെങ്കിൽ 99 വോട്ടും മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകളാണ്. അപ്പോൾ അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും CPMും LDFും പരാജയപ്പെട്ടു. 2 മണ്ഡലത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, നേമം, അമ്പലപ്പുഴ. പിന്നീട് കുറ്റ്യാടി, പെരിന്തൽമണ്ണ, താനൂർ, വേങ്ങര, കണ്ണൂർ മണ്ഡലങ്ങളിലും അവർ സ്ഥാനാർത്ഥിയെ നിർത്താതെ
LDF-ന് രഹസ്യമായോ പരസ്യമായോ പിന്തുണ നൽകി. ഇവിടെയെല്ലാം LDF ദയനീയമായി പരാജയപ്പെട്ടു. അപ്പോൾ മുസ്ലിം സമുദായം പൊതുവിൽ LDF-നെ കൈയൊഴിയുക മാത്രമല്ല, വർദ്ധിത വീര്യത്തോടു കൂടി ഏതാണ്ട് ഒന്നടങ്കം UDF-ന് വോട്ട് ചെയ്തു. മലപ്പുറം ജില്ലയിലെ മുഴുവൻ സീറ്റുകളും LDF-ന് നഷ്ടപ്പെടുക മാത്രമല്ല, UDF വൻ ഭൂരിപക്ഷം, ചരിത്രം രേഖപ്പെടുത്തിയ 80,000 വോട്ട് എന്നൊക്കെ പറയുന്ന വലിയ ഭൂരിപക്ഷത്തിൽ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് ജയിച്ചു. അതിനെക്കാട്ടിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ മലപ്പുറം ജില്ലയിലെ മിക്ക സീറ്റുകളിലും UDF വിജയം നേടിയതിന് പിന്നിൽ മുസ്ലിം സമൂഹം ഒന്നടങ്കം LDF-നെതിരായി വോട്ട് ചെയ്തു. അവിടെ SDPI-യുടെ വോട്ടുകളും ചോർന്നു പോവുക മാത്രമല്ല, അവരും വളരെ ആവേശഭരിതരായി ഈ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ അവരുടെ നേതൃത്വം LDF-ന് പിന്തുണ നൽകിയ മണ്ഡലങ്ങളിൽ പോലും UDF-ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടലാസിൽ മാത്രം ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ള മദനിയുടെ PDP പണ്ട് മുതലേ LDF-നൊപ്പമാണ്. മാത്രമല്ല, കാന്തപുരം സുന്നി വിഭാഗം LDF-നൊപ്പമാണ്. വലിയ ആനുകൂല്യങ്ങളൊക്കെ അടുത്ത കാലത്ത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി വലിയ ആനുകൂല്യങ്ങളൊക്കെ കാന്തപുരം സുന്നി ഗ്രൂപ്പിന് LDF ചെയ്തു കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇവർക്കൊന്നും തെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞില്ല. ഇവർക്കൊക്കെ സ്വാധീനമുണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന മേഖലകളിൽ മുഴുവൻ ജയിച്ചത് UDF ആണ്. UDF-ന്റെ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. നമ്മൾ ഈ പരിപാടിയിൽ മുൻപ് പറഞ്ഞ പോലെ മതജാതി ഗോത്ര തലവന്മാർ തങ്ങൾക്കാണ് വലിയ സ്വാധീനം എന്നൊക്കെ അവകാശപ്പെടുന്ന SNDP-യുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, NSS-ന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ, കൊച്ചി ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിലെ ക്രിസ്തീയ മത സംഘടന ബിഷപ്പുമാർക്കൊന്നും ഈ തിരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞില്ല എന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ സ്വാധീന മേഖലകളിൽ ഒരുപക്ഷെ മതേതര മൂല്യങ്ങൾ സുധീരം പ്രഖ്യാപിച്ച VD സതീശനാണ് പ്രഖ്യാപിച്ചത്. കൊച്ചി പണ്ട് നമ്മൾ ഈ പരിപാടിയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കൊച്ചി അസംബ്ലി മണ്ഡലത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വേണം എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരോട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യം കാണിച്ചത് പ്രതിപക്ഷ നേതാവായിരുന്നു. അങ്ങനെ ഇവർക്കുള്ള പരമ്പരാഗതമായി തങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്ന, അങ്ങനെ നടിച്ചിരുന്ന മുഴുവൻ മതജാതി മേലധ്യക്ഷന്മാർക്കും ജാതി സംഘടനകൾക്കും അവരെ പ്രതിനിധീകരിക്കുന്ന SDPI പോലെയുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മുഖത്തേറ്റ കനത്ത അടിയാണ് 2026-ലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ SDPI-യുടെ അധ്യക്ഷനോട് ചോദിച്ചു, നിങ്ങൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ രഹസ്യമായല്ലാതെ പരസ്യമായി ഒക്കെ LDF-നും പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ രഹസ്യമാണ്, അതൊന്നും തങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ചില മണ്ഡലങ്ങളിൽ ഇവര് മത്സരിച്ച ചില മണ്ഡലങ്ങളിൽ ഇവർക്ക് 2000, 1000 വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പട്ടാമ്പി 2582 വോട്ട്, ചടയമംഗലം, കല്യാശ്ശേരി, തലശ്ശേരി, പൊന്നാനി, തവനൂർ, പറവൂർ, നെടുമങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ 1000-ലധികം വോട്ടുകൾ SDPIക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം മാത്രമല്ല, സംസ്ഥാനത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ചടയമംഗലത്ത് കിട്ടിയത് 1674 വോട്ടാണ്. തെക്കൻ ഭാഗങ്ങളിൽ മുസ്ലിം ലീഗ് അത്ര ശക്തമല്ല. ആ സ്ഥലങ്ങളിലൊക്കെ SDPIക്ക് ഇപ്പോഴും സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ SDPIയെ നമുക്ക് എഴുതിത്തള്ളാനൊന്നും പറ്റില്ല. പക്ഷെ ഇത്തവണ 2026-ൽ ഇവരുടെ അവകാശവാദങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും ഒക്കെ പൂർണ്ണമായും പൊളിഞ്ഞുപോയി UDF-ന് അനുകൂലമായിട്ടുള്ള തരംഗത്തിൽ സുനാമിയിൽ എന്നുള്ളതാണ് രാഷ്ട്രീയ സത്യം.
യെസ്, എന്തായാലും SDPIയുടെയോ അല്ലെങ്കിൽ കാന്തപുരത്തിന്റെയോ ഒന്നും വമ്പൻ പദ്ധതികൾ ഫലിച്ചില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഇത്തരത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തെ കൂട്ടുപിടിച്ച് കേരളത്തിൽ സാധിക്കും എന്ന് കരുതിയവർക്ക് പാടെ തെറ്റിപ്പോയി. പ്രദീപ് സാർ ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ UDF സുനാമിയിൽ, UDF തരംഗത്തിൽ അതെല്ലാം, അത്തരം പദ്ധതികളും പ്ലാനും എല്ലാം ഒലിച്ചുപോയി എന്നതാണ് യാഥാർത്ഥ്യം. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.